ഹലോ, ഈ കാണുന്ന ഇഞ്ചി, കൊത്തമല്ലി, ഫ്രഷ് ചില്ലീസ്, വേപ്പില, 1.5 സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 3 ടേബിൾ സ്പൂൺ കടലമാവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മസ്റ്റേർഡ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. 1/4 ടീസ്പൂൺ അയമോദകം, 2 പിഞ്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ലൂസായിട്ട് ചെയ്തെടുക്കണം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഫ്ഡ് റൈസ് പൊരിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കണം. ഇനി വേണ്ടത് ഒരു ഷീറ്റ് ചീസാണ്. അത് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരു ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതൊന്ന് ഡിപ്പ് ചെയ്ത് എല്ലാ കുഴികളിലും ഒന്ന് വൈപ്പ് ചെയ്തെടുക്കണം. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ്ചർ കുറച്ചിട്ട് അതിൻ്റെ മുകളിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസും വെച്ച് ഇതൊന്ന് മിക്സ്ചർ കൊണ്ട് തന്നെ കവർ ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു ഭാഗം ഫ്രൈ ആയി വരും. അപ്പോഴേക്കും നമ്മൾ ഡ്രോപ്പായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് തിരിച്ചും മറിച്ചുവിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഇന്നത്തെ ഈവനിങ് സ്നാക്കിന് ഞാൻ പേര് വെച്ചിട്ടില്ല. കട്ടൻ കാപ്പിയുടെ കൂടെ നല്ലൊരു കോംബോയാണ്. ഉൾഭാഗം നല്ല സോഫ്റ്റും നല്ല ഹോൾസോട് കൂടെയും പുറം ഭാഗം നല്ല ക്രഞ്ചിയുമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. എൻജോയ്.